മാജിക് മോർണിംഗ് Magic morning. ആങ്കറോട് ആങ്കർ നമുക്ക് ഇന്ന് സെലക്ട് ചെയ്യാൻ ക്ലാസ്സിന്റെ 4 ക്ലാസ്സിൽ പോയത് അവർക്ക് സെലക്ട് ചെയ്യാം. കേൾക്കുന്നില്ല. ക്ലിയർ ഇല്ല. നമുക്ക് ഇന്ന് ക്ലാസ് കഴിഞ്ഞ് തീരുമാനിക്കാം. ആങ്കറെ നമുക്ക് സെലക്ട് ചെയ്യണം. ഓക്കെ, ഓരോ ദിവസം ഓരോരുത്തരായിക്കോട്ടെ. ഒന്ന് പറഞ്ഞോളി. ഹോസ്റ്റ് സാർ എത്തില്ല. അഫ്നീസ് ഒന്നും വന്നിട്ടില്ലല്ലേ? ഷൈനില്ല. ഷൈനി വന്നിട്ടില്ല. സാർ എത്തിയിട്ടുണ്ട്. ഷൈനി മാം ഇല്ലെന്ന്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഒന്ന് മാജിക് മോർണിംഗ് സാർ. ഹലോ. ഹായ്. എങ്ങനെയുണ്ടോ സാറേ? സുഖല്ലേ? കേൾക്കണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. സാർ കേൾക്കണ്ടോ? സാറേ എന്തായിരുന്നു ഞാൻ ലേറ്റ് ആയി ജോയിൻ ചെയ്തു. ഓക്കെ, കേൾക്കണ്ടല്ലോ അല്ലേ? ഓ, ഞാൻ കേൾക്കാണ്ടായിരുന്നില്ല. ഓക്കെ, എന്താ പറഞ്ഞ ആരാണെന്ന്? അപ്പോ ഞാനാണ്. ഓക്കെ ഓക്കെ, ഞാൻ കേട്ടില്ല. ഞാൻ എന്റെ വോളിയം കട്ട് ചെയ്തിട്ടേക്കായിരുന്നു, അറിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ക്യാമറ ഓൺ ആക്കി വരുന്നത് ഞാനും മണിസാറും മാത്രമേ ഇവിടെ ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളൂ. പിന്നെ വെസ്റ്റൻ സാറാണ്. അപ്പോൾ വെസ്റ്റൻ സാറിന്റെ ക്ലാസ് ഇന്ന് ഞാനാണ് സ്വാഗതം ചെയ്യേണ്ടത്. വെസ്റ്റൻ സാറ് ക്ലാസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ കേൾക്കാനും റെഡിയാണ്. എല്ലാവരും ചാറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വെസ്റ്റൻ സാർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാനും റെഡി ആയിട്ട് നിന്നോളൂ. വെൽക്കം സാർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. ഇന്ന് ആരാണ്? എന്നൊന്ന് കോ ഹോസ്റ്റ് ആക്കാവോ? ആരാണാവോ ഇന്ന്? ഓക്കെ, ഷീല. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഇന്ന് മെഡിറ്റേഷൻ നേരത്തെ തീർന്നു. ഞാൻ ആ സമയം നോക്കിയാ കയറി, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. താങ്ക് യു. എന്റെ ഹോസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഹൗ ആർ യു? ഇത് ന്യൂ ഇയറിലെ ഫസ്റ്റ് ക്ലാസ് അല്ലേ? അതെ സാർ. എങ്ങനെയുണ്ട് ന്യൂ ഇയർ? എങ്ങനെയുണ്ട് എല്ലാവർക്കും? ഹാപ്പിയാണ്. ഹാപ്പിയാണോ? ഡബിൾ ഹാപ്പിയാണോ? എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ആണോ? അതുകൊണ്ട് ന്യൂ ഇയർ ആയിട്ട് ഞാൻ എടുത്തൊരു സബ്ജക്റ്റ് തന്നെ ഫീലിംഗ് ഗുഡ് നൗ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. കാര്യം നമ്മൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാനിപ്പം ഒന്ന് ചോദിച്ചോട്ടെ, ലൈക്ക് നിങ്ങള് ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ ആ പ്രശ്നത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അതോ ആ പ്രശ്നമൊക്കെ സോൾവ് ആയി കഴിയുമ്പോഴാണ് ഹാപ്പി ആവുക? ഒരു പ്രശ്നം വരുന്ന അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഹാപ്പി ആയിരിക്കാൻ പറ്റുമോ? അത് ആ പ്രശ്നമൊക്കെ സോൾവ് ആയത് എല്ലാം റെഡി ആയി കഴിയുമ്പോഴാണ് നിങ്ങൾ ഹാപ്പി ആവുക? സോൾവ് ആയി കഴിഞ്ഞാല് ഹാപ്പിയാവും. സോൾവ് ആയി കഴിഞ്ഞാൽ ഹാപ്പി ആവും. വേറെ ആരെങ്കിലും ഒന്ന് പറയാമോ? ആരെങ്കിലും? സോൾവ് ആയി കഴിഞ്ഞാൽ ഹാപ്പിയാവും. ആണല്ലേ. മറ്റേ പ്രശ്നമുള്ളപ്പോ നമ്മൾ ആ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കും. എന്താണ് പരിപാടി? എങ്ങനെയാ ചെയ്യുക? പ്രശ്നം ഉള്ളപ്പോ സൊല്യൂഷൻസിനെ പറ്റിയാണ് കൂടുതൽ ചിന്തിക്കുന്നത് സാർ.
ആണല്ലേ, സൊല്യൂഷൻസ് പറ്റിയാണ്. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നിങ്ങളുടെ ഒരു വികാരം എന്തായിരിക്കും, ഇമോഷൻസ് എന്തായിരിക്കും? രണ്ടും ഹാപ്പി കൂടെ കൂടിയതായിരിക്കും. ഏതാ? രണ്ടും കൂടെ കൂടിയൊരു വികാരം വരും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഹാപ്പി ആയിരിക്കും അതോ ടെൻസ്ഡ് ആയിരിക്കും? ടെൻസ്ഡ് ടെൻഷൻ ആയിരിക്കും. ആയിരിക്കും. ടെൻസ്ഡ് ടെൻഷൻ ആയിരിക്കും. ആയിരിക്കും. ടെൻഷൻ കുറവുണ്ട്. ഇപ്പൊ ഇതിൽ വന്ന് ഒത്തിരിയും കാര്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യിപ്പം ഓക്കെ, പരിഹരിക്കാം എന്നുള്ള ഒരു സമാധാനമുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ശരിക്കും അബ്രഹാം ഹിക്സ് എന്ന് പറയുന്ന ഒരു ആസ്ക് ഇറ്റ് ഈസ് ഗിവൺ എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തില് അബ്രഹാം ഹിക്സ് എന്ന് പറയുന്ന ഒരു, ശരിക്കും അബ്രഹാം നിങ്ങൾ ഈ ബുക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ആസ്ക് ഇറ്റ് ഈസ് ഗിവൺ? എനിവൺ എൽസ്? ഇല്ല, എന്തെങ്കിലും ഈ ബുക്കിനെ കുറിച്ച് കേട്ടിട്ടില്ല? ഇല്ല, ഉണ്ടെന്നില്ല? കേട്ടിട്ടില്ല. 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 വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊരു വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ ബുക്ക് എഴുതിയിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും നമുക്കതിനെ ബൈബിളായിട്ടോ ഖുറാനായിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഇതിലൊരു എസ്തേർ ഹിക്സ് എന്ന് പറയുന്ന ഒരു ലേഡി, ഷീസ് റൈറ്റിംഗ് ദ ബുക്ക്. പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകളൊക്കെ അവർക്കൊരു സോഴ്സിൽ നിന്ന് പറഞ്ഞു കൊടുത്തതാണ്, അല്ലെങ്കിൽ ഒരു എബ്രഹാം എന്ന് പറയുന്ന ഒരു എറ്റേണൽ നോൺ ഫിസിക്കൽ വേൾഡിലുള്ള ഒരാള് പറഞ്ഞു കൊടുത്തിട്ട് എഴുതിയ ഒരു പുസ്തകമാണ് ആസ്ക് ഇറ്റ് ഈസ് ഗിവൺ. ഇത് ഒരുപാട് കോപ്പീസ് വിറ്റൊരു ബുക്കാണ്. ഒത്തിരി പേര് ഇതിൽ നിന്ന് ബെനിഫിറ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു പുസ്തകമാണ്. അപ്പൊ അതില് എസ്തേർ അല്ലെങ്കിൽ അബ്രഹാം ഹിക്സ് എന്ന് പറയുന്ന ഈ ഒരു എറ്റേണൽ വോയിസ് പറയുന്നത് വെച്ചാല് നിങ്ങൾ ഒരിക്കലും ഒരു കാര്യം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കരുത്. ഇഫ് യു ഫീൽ ഹാപ്പി നൗ, ഈ ഹാപ്പി എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ കാര്യങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലായില്ല എന്നറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. അതായത് നമ്മുടെ ഒരു 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 ഇഷ്യൂവോ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ കാത്തിരിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, ആ ഫീലിങ്സ് ആണ് നിങ്ങളിലേക്ക് പിന്നീട് അട്രാക്ട് ചെയ്ത് വരുന്നത്. അതെന്ത് പ്രശ്നങ്ങളാണെങ്കിലും ഇല്ലെങ്കിലും എല്ലാ സമയത്തും എന്തോരം നിങ്ങൾ ഹാപ്പിയാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തോരം നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ, ഈ ഫീലിങ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ ഒരിക്കലും ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഹാപ്പി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഫീലിംഗ് ഗുഡ് എന്ന് പറയുന്നതൊക്കെ. ഒരു സിറ്റുവേഷൻ അച്ചീവ് ചെയ്തിട്ടല്ല, അതിക്ക് മുമ്പ് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. ലൈക്ക് കുറച്ചും കൂടിയും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീലിംഗ് ഗുഡ് ഈസ് നോട്ട് എ റിസൾട്ട് ബട്ട് ഇറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഫീലിംഗ് ഗുഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു റിസൾട്ട് അല്ല, മറിച്ച് അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളതാണ് കാര്യം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ കാര്യങ്ങൾ റെഗുലർ ആയിട്ട് പോകുന്നില്ല, നിങ്ങൾ അതിന്റെ മാനേജറോ അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു ഹെഡോ ആയിരിക്കും. നിങ്ങൾ സ്വാഭാവികമായിട്ട്, ഇപ്പൊ ഞാനൊക്കെ ഒരു സ്ഥാപനം മുഴുവൻ നടത്തിക്കൊണ്ടു പോകുന്ന ആളാണ്. അപ്പൊ എനിക്കറിയാലോ എൻ്റെ ഒരു സിറ്റുവേഷൻ. ഇപ്പം സെയിൽസ് ഇല്ല, പൈസ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആളുകൾ മര്യാദയ്ക്ക് ജോലി എടുക്കുന്നില്ല, ബിസിനസ് വരുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഐ എം ഫ്രസ്ട്രേറ്റഡ്, ടെൻസ്ഡ് ആയിരിക്കും. ഇങ്ങനെ ആളുകളെ വിളിച്ച് വഴക്ക് പറയാൻ തുടങ്ങും, ഇതെന്ത് ശരിയാവാത്തെന്നൊക്കെ ചോദിക്കും. അപ്പം ഞാനെന്നല്ല, ഒരുവിധപ്പെട്ട എല്ലാവരും വിചാരിക്കുന്ന വെച്ചാൽ ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ ഒരു ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോൾ കാര്യങ്ങൾ നന്നാവും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം 99% കേസസിലും കാര്യങ്ങൾ കുറച്ചും കൂടി വേസ്റ്റ് ആവും. കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് മോശമായിട്ട് ചീത്ത പറയാനും ബഹളം വെക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആളുകൾ ഇങ്ങനെ അകലാൻ തുടങ്ങും. നമ്മുടെ സ്റ്റാഫൊക്കെ ആണെങ്കിലും എല്ലായിടത്തും പോകണ്ട, ഭയങ്കര പ്രശ്നമാണ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വയ്ക്കും. എന്നിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. പക്ഷെ നമ്മളെപ്പോഴും ബാഡ് മൂഡാണെങ്കിൽ ആളുകൾ നമ്മളിൽ നിന്ന് അകലുന്നത് കൂടും. രണ്ട്, ആളുകൾ മാത്രമല്ല, നമ്മുടെ സന്തോഷങ്ങളും നമ്മളിൽ നിന്ന് അകലാനായിട്ട് തുടങ്ങും. കാര്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം പോലൊരു വല്ലാത്തൊരു മിസ്റ്ററിയാണ്. ഈ ബ്രെയിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ വളരെ രസകരമാണ്. രസകരം എന്ന് മാത്രമല്ല, ഇറ്റ്സ് മോർ പവർഫുൾ. ഞാൻ നിങ്ങളോട് മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ബ്രെയിനിൽ ഡിഫറെന്റ് വേർവ്സ് പോകുന്നുണ്ടെന്ന് അറിയാലോ അല്ലെ? ഡിഫറെന്റ് വേവ്സ് നമ്മുടെ ബ്രെയിനിൽ പോകുന്നുണ്ടെന്നുള്ളത് അറിയാലോ. ഏതൊക്കെയാണ് വേവ്സ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതൊക്കെയാണ് നമ്മുടെ തലച്ചോറിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വേവ്സ് ഏതൊക്കെയാണ്? ബീറ്റ, തീറ്റ, അങ്ങനെയുള്ള യെസ് പറഞ്ഞോളൂ സാറേ. ഇനിയുണ്ട്. ആൽഫ, ബീറ്റ, ആൽഫ, ബീറ്റ, തീറ്റ, തീറ്റ, ഡെൽറ്റ, ഡെൽറ്റ, ഗാമയുണ്ട്. യെസ്. ഏകദേശം 5 ടൈപ്പ് വേവ്സ് ആണ്. അത് ഇത് ബേസ്ഡ് ഓൺ
നമ്മുടെ ഫ്രീക്വൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് 0 to 5 ഹെർട്സ് ആണ്. ആൽഫ എന്ന് പറയുന്നത് 5 to 14 ഹെർട്സ് ആണ്. ദെൻ തീറ്റ ബീറ്റ ഒക്കെ അതിന്റെ മുകളിലാണ് വരുന്നത്. അതായത് നമ്മൾ ഏറ്റവും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ, ഡെഡ് സ്ലീപ്പിലേക്ക് പോകുമ്പോഴാണ് ഡെൽറ്റ ഇമേജസ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ബ്രെയിനിലൂടെ ഈ തരംഗങ്ങൾ പോകുന്നുണ്ട്. ഇത് ഡയറക്ട്ലി റിലേറ്റഡ് ടു അവർ തോട്ട്സ് അല്ലെങ്കിൽ അവർ ഫീലിങ്സ്. ഇപ്പം നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളൊരു സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കാണ്, EEG എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മെഷർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ തലച്ചോറിൽ വെച്ചിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങളിപ്പോ ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ലൈക്ക് നിങ്ങളുടെ ഉള്ളിലെ ഫീലിങ്സിനനുസരിച്ച് ഇതിലെ ഈ റീഡിങ്സ് മാറും, നിങ്ങളുടെ ഹേർട്സ് മാറും. ഇപ്പൊ നിങ്ങളെ ഒരു ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ ഉപദ്രവിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊരു സീൻ നിങ്ങൾ ഓർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലെ ഹേർട്സ് വ്യത്യാസം വരും. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് ആ കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ആ ഒരു സാഹചര്യം നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ തന്നെ ആ ഒരു ഹേർട്സ് ഓഫ് തിങ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ തലച്ചോറിലേക്ക് വൈദ്യുത തരംഗങ്ങൾ വരും. നമ്മുടെ തലച്ചോർ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ മാഗ്നറ്റ്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലാസ് ബോർ അടിക്കണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഇറ്റ്സ് വെരി ഫാക്ട്. നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് ആണ്. നമുക്കറിയാം, സ്കൂളിലൊക്കെ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഇരുമ്പ് കമ്പിയിൽ ചെമ്പ് കമ്പി ചുറ്റി അതിനകത്തേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചെമ്പ് കമ്പി അല്ലെങ്കിൽ ആ ഇരുമ്പ് കമ്പി ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. ആ മാഗ്നറ്റിനെ എല്ലാത്തിനെയും അട്രാക്ട് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഇരുമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ യുവർ ബ്രെയിൻ ഈസ് ലൈക്ക് എ മാഗ്നറ്റ്. ഇതിലേക്ക് കൊടുക്കുന്ന തോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഏത് മാഗ്നറ്റ് ആവണമെന്ന് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഇതിലേക്ക് കൊടുക്കുന്ന തോട്ടിനനുസരിച്ചാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ വളരെ ഫ്രസ്ട്രേറ്റഡും വിഷമിച്ചുള്ള തോട്ട്സ് ആണ് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഓൾവേസ് ആക്ട് ആസ് എ ഫ്രസ്ട്രേറ്റഡ്, ഭയങ്കര മൂഡി ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ ആക്ട് ചെയ്യും. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ അതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി വേസ്റ്റ് ആവും. ഇപ്പൊ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാള്, ആശുപത്രി പോകാൻ പൈസ ഇല്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പെൻസസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അവരെന്ത് ചിന്തിക്കുക, അയ്യോ കാശില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാനിതെങ്ങനെ മാനേജ് ചെയ്യും, ദൈവം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനൊരു ഡ്യൂ ഡേറ്റ് അടുത്ത് വരുന്നു, എന്ത് ചെയ്യും എന്നുള്ള ചിന്ത വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഈസ് ആക്ടിവേറ്റിംഗ് വിത്ത് ലെസ് മണി ഓർ പോവർട്ടി. സോ വാട്ട് വിൽ ഹാപ്പൻ? എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കൊണ്ടുവരും. എന്ത് കൊണ്ടുവരും? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് ഒരു EMI അടയ്ക്കാനുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നമ്മളൊരു ലോൺ അടയ്ക്കാനുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ മകൾക്ക് ഒരു അസുഖം വരിക, അല്ലെങ്കിൽ വൈഫിന് ഒരു അസുഖം വരിക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന പൈസ നമ്മൾ എന്ത് ചെയ്യും? ആ ആശുപത്രി ചെലവിന് പോകും. അപ്പൊ EMI മുടങ്ങും, ആശുപത്രി കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല, ലാസ്റ്റ് കടവും മേടിച്ച് ആകെ വിഷമത്തിലാകും. പക്ഷെ ഇത് ആളുകൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എനിക്കും മനസ്സിലാവില്ലായിരുന്നു അണ്ടിൽ അൺലെസ് നമ്മൾ ഈ ബുക്ക് വായിക്കുകയും ഇതിൽ പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ. ഏറ്റവും ബെസ്റ്റ് ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എന്ത് ഫീൽ ചെയ്യുന്നു അത് നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തരാം, പല മെത്തേഡ്സും. അപ്പൊ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങളിപ്പോ എന്ത് ഫീൽ ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു, ആ തരംഗങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാവിലെ വളരെ മോശമായിട്ടുള്ള മൂഡോടുകൂടി എഴുന്നേൽക്കുകയും ഭാര്യയുമായിട്ടോ ഭർത്താവുമായിട്ടോ വഴക്കിടുകയും കുട്ടികളുമായിട്ട് തല്ലിടുകയും ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയ റോട്ടിലുള്ള ഓട്ടോക്കാരൻ തുടങ്ങി ബസ്സുകാരൻ തുടങ്ങി സകലമാന ആളുകൾ നിങ്ങളെ തെറി വിളിക്കും. പൈസ കൊടുക്കാത്തതിന്, ചില്ലറ കൊടുക്കാത്തതിന് ബസ്സുകാരൻ ചിലപ്പോൾ വഴക്ക് പറയും, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരുത്തൻ കൊണ്ട് വട്ടം വെക്കും, പിന്നെ നിങ്ങൾ അവനെ തെറി വിളിക്കേണ്ടി വരും. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ എന്താ പറയാ ഒരു സീക്വൻസ് ഓഫ് ഈവൻസ് ആയിരിക്കും. കാര്യം ഇതാണ്, രാവിലെ തന്നെ നമ്മുടെ ബ്രെയിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു വിത്ത് നെഗറ്റീവ് തോട്ട്സ്, വിത്ത് നെഗറ്റീവ് ഫീലിംഗ്. അപ്പൊ അത് ആ ബ്രെയിൻ ഇങ്ങനെ അട്രാക്ട് ചെയ്തിരുന്നു. കാരണം ബ്രെയിൻ ഒരു പൊട്ടനാണ്, അന്ന് വളരെ ശക്തനുമാണ്. നമ്മൾ നമ്മുടെ ബ്രെയിനെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒരു എന്താ പറയാ ചിന്തിക്കാൻ പറ്റും, പക്ഷെ എന്ന് പറഞ്ഞ പോലെ ഒരു ലോജിക്കൽ സെൻസിൽ ഇപ്പൊ നമ്മൾ ഭയങ്കര വിഷമമാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ പിടിച്ചു കൊണ്ടുവരാൻ പറ്റും. ഈ ഫീലിങ്സ് നമുക്ക് ഇഷ്ടമല്ല, ഹാപ്പി ആവണമെന്ന് ചിന്തിക്കാനുള്ള ബോധം അതിനില്ല, അത് നമ്മൾ തന്നെ ചിന്തിച്ചുണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് എബ്രാഹിം ഹിക്സ് ഒക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങള് എന്താ പറയാ നിങ്ങള് ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളൊരു ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്യണം. അപ്പൊ ഇതിന് എന്തുകൊണ്ട് ഈ ഫീലിംഗ് ഗുഡ് മാറ്റർ ആണെന്നുള്ളതിൽ
ഒന്നാമത്തെ ഫീലിങ്സ് ആർ ഗൈഡൻസ് സിസ്റ്റംസ് ആണെന്ന് പറയാം. എന്ന് വെച്ചാല് ഗുഡ് ഫീലിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങൾ പ്രപഞ്ചവുമായിട്ട് ദൈവവുമായിട്ട് അലൈൻഡ് ആണെന്നുള്ളതാണ്. കാര്യം ദൈവത്തോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഫ്രസ്ട്രേറ്റഡും ടെൻസ്ഡും ഒന്നും ആവാൻ പറ്റൂല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നമാണ്, ഈ പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിലെ എന്ത് ഇഷ്യൂസ് ആണെങ്കിലും നിങ്ങളൊരു വലിയൊരു സോഴ്സ് ഓഫ് എനർജിയോട്, അത് നിങ്ങൾ യു മേ കോൾ അല്ലാ ഓർ ശിവ ഓർ ജീസസ് ഓർ ദൈവം വാട്ട് എവർ മീൻ, നിങ്ങൾ ആ വലിയ ശക്തിയോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. കാര്യം ഒരു വലിയ ജയന്റ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്കിപ്പോ യുദ്ധം ചെയ്യും, അയാളെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നുള്ളൊരു ഫീലിങ്സ് നമുക്കുണ്ടെങ്കിൽ വൈ വി ആർ നീഡ് ടു ഫ്രസ്ട്രേറ്റഡ്. അപ്പൊ നമ്മള് ടെൻസ്ഡും ഫ്രസ്ട്രേറ്റഡും ആണെങ്കിൽ അതിനർത്ഥം നമ്മൾ എന്താ പറയാ, നമ്മൾ അലൈൻഡ് അല്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു ബുക്ക് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റ്ലെസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. അതിനകത്ത് ജിം ക്യുക്ക് എന്ന് പറയുന്ന ആൾ എഴുതിയ ഒരു ലിമിറ്റ്ലെസ് എന്ന് പറഞ്ഞ ബുക്കാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ബുക്കിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹം വളരെ സൂപ്പർ ഹീറോ ആരാധകനാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാല് സൂപ്പർ ഹീറോസ് ഈ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആളുകൾക്ക് എത്ര പേർക്ക് സൂപ്പർ ഹീറോസിനെ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം നമ്മളൊക്കെ ജെൻസി അല്ലല്ലോ. അപ്പൊ സൂപ്പർമാനും ക്യാപ്റ്റൻ അമേരിക്കയും അതുപോലുള്ള ആളുകളൊക്കെ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, നമ്മുടെ സ്പൈഡർമാനൊക്കെ ഒരു വലിയ ജീവി വന്ന് ഒരു നാട് മുഴുവൻ നശിപ്പിക്കുമ്പോൾ അവർ അതിനകത്തേക്ക് ഇറങ്ങി പോണ മുമ്പ് അവര് ചിന്തിക്കല, അയ്യോ എനിക്കിത് പറ്റൂ, ഇത്രയും വലിയ ശക്തിയുള്ള ഒരാളാണ്. They never think that, okay? They will always see that, okay, I can beat it. ഇപ്പൊ ക്യാപ്റ്റൻ അമേരിക്ക സ്പേസിലേക്ക് പോകുന്ന സമയത്ത് സ്പേസിൽ പോകാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് ദർ ഓൾ സൂപ്പർ ഹ്യൂമൻസ് ആയി. ആൻഡ് വി ആർ ഓൾ സൂപ്പർ ഹ്യൂമൻസ്. പക്ഷെ നമ്മുടെ തോട്ട്സിൽ നമ്മൾ അത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഒറ്റ കാര്യം വെച്ചാൽ ഗുഡ് ഫീലിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ അലൈൻഡ് ആണ്. ബാഡ് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് ബ്ലെസ്സിങ്സ് ഒക്കെ വരാനുള്ള റെസിസ്റ്റൻസും സ്ട്രെസ്സും ഫിയർ ഒക്കെ വരും. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ യു അട്രാക്ട് വാട്ട് യു ഫീൽ, നോട്ട് വാട്ട് യു വാണ്ട്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് എല്ലാവരും ഒന്ന് പറയാമോ? ഞാൻ കുറച്ച് പോയിന്റ്സ് അധികം പറയുന്നുണ്ട്. ആർ യു ഗെറ്റിംഗ് ബോർഡ് ഓർ ഇറ്റ്സ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. വരും. ഓക്കെ, ബോർ അടിക്കുന്നില്ലല്ലേ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഈ പോയിന്റ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. യു അട്രാക്ട് വാട്ട് യു ഫീൽ, നോട്ട് വാട്ട് യു വാണ്ട്. എന്താണ് അങ്ങനെ പറഞ്ഞ? ആരെങ്കിലും ഒന്ന് പറഞ്ഞോ? നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യമാണ്, അല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല. എന്ന് വെച്ചാൽ എന്താണ്? എനിവൻ ആർക്കെങ്കിലും മനസ്സിലായെന്ന് പറഞ്ഞാൽ? നമ്മള് ഫീലിങ്സ് എന്താണോ അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യാന്നുള്ളതാണ്. ഫീലിംഗ് ഇസ് എവറിത്തിങ്. ഓക്കെ, എനിവൺ എൽസ്? മണി സാർ പറഞ്ഞ കറക്റ്റ് ആണ്. എനിവൺ എൽസ് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് പറയാമോ? യു അട്രാക്ട് വാട്ട് യു ഫീൽ, നോട്ട് വാട്ട് യു വാണ്ട്. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് തന്നെ നടക്കുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ, പോസിറ്റീവ് ആണെങ്കിൽ അത് അങ്ങനെ. വെരി ഗുഡ് രഞ്ജിത്ത്, താങ്ക് യു സോ മച്ച്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞുതരാം. സിമ്പിൾ എക്സാമ്പിൾ ഇതാണ്. നിങ്ങൾക്ക് ആഗ്രഹം പൈസയാണ്, ആണോ അല്ലയോ? ഫോർ എക്സാമ്പിൾ സാമ്പത്തികമാണ്. മിക്കവാറുടെ എല്ലാവരുടെയും പല പ്രശ്നങ്ങളുടെ ബേസിസ് എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. അല്ലെങ്കിൽ കുടുംബ സമാധാനമാണ് എന്ന് വിചാരിച്ചോ. അതായത് എനിക്ക് വളരെ ഹാപ്പി ആയിട്ടാണെന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ബില്ലും നിങ്ങളുടെ സിറ്റുവേഷനും അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥയും കെട്ടിയവന്റെ മുഖവും കെട്ടിയുള്ള മുഖവും ഒക്കെ കാണുമ്പോൾ വാട്ട് യു ഫീൽ? ഈസ് ഇറ്റ് ഹാപ്പി ഓർ ഈസ് ഇറ്റ് അബൻഡൻസ് ഓർ പൈസയാണോ? അല്ലെങ്കിൽ നമ്മൾ എന്താ ഫീൽ ചെയ്യുക? നമ്മൾ ഫീൽ ചെയ്യുന്ന ഫ്രസ്ട്രേഷൻ ആയിരിക്കും. കാലമാട പിന്നെയും വരുന്നുണ്ട്. അതല്ലെങ്കിൽ ദൈവമേ അടുത്ത ബില്ലും കൂടി ഞാനൊക്കെ എവിടെ നിന്ന് കൊണ്ടടയ്ക്കും. സോ നമ്മളിപ്പോഴും നമുക്ക് ആവശ്യം പൈസയാണ്, പക്ഷെ നമ്മളിപ്പോഴും ഫീൽ ചെയ്യണത് എന്താണ്? നമ്മുടെ സിറ്റുവേഷൻസിലേക്കും ബില്ലിലേക്കും നോക്കിയിട്ട് നമ്മളിത് ഫീൽ ചെയ്യുമ്പോൾ ദാറ്റ് വി അട്രാക്ട് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ സാറ് ഒരുപാട് പഠിപ്പിച്ചിരുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ആ ഒരു സംഭവവും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് മറ്റേ ഫ്യൂച്ചറിലേക്ക് കാര്യം ഇതുപോലെ. ഞാൻ പറഞ്ഞ ഫീലിംഗ് ഗുഡ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഫ്രീ ലൈഫ് ഒന്നുമില്ല, പക്ഷെ ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാല് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ എന്താ പറയാ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇത് പറയുമ്പോൾ പല ആളുകൾക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, സാറേ ഇതൊക്കെ പറയാൻ വളരെ ഈസിയാണ്,
പക്ഷെ ഇറ്റ്സ് വെരി ടഫ് ടു ഫോളോ. ഈവൻ ഫോർ മീ ഓൾസോ വളരെ ടഫാണ്. അപ്പൊ ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കുട്ടിയെ വിദേശത്തേക്ക് വിടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തു. ഞാനായിട്ട് പറഞ്ഞൊരു കാര്യമല്ല എന്ന് വെച്ചാല് ആ കൊച്ചു എന്നോട് ഒരു 8-10 മാസമായിട്ട് ഞാൻ ഇങ്ങനെ കുട്ടികളൊക്കെ വിടുന്നെന്ന് പറഞ്ഞിട്ട് എന്റെ പിന്നാലെ നടക്കുമായിരുന്നു. അപ്പൊ അവരുടെ ഫാമിലി എനിക്കറിയാം. അവരത്ര എന്ന് വെച്ചാല് ഒരു പ്രത്യേക ടൈപ്പുള്ള ആൾക്കാരാണ്. അപ്പം ഞാനിങ്ങനെ അവരെ വിടാറില്ല. ഞാൻ ഒരു നല്ല ജോബ് വന്നിട്ടില്ല അങ്ങനെയാണ്. അപ്പൊ ഒരു വേറൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ ഈ കാര്യത്തിൽ ഇടപെട്ടു. എന്നോട് പറഞ്ഞ മോനെ അവർക്ക് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരാമെന്ന്. നമ്മുടെ ചേച്ചി ഇങ്ങനെ ദുബായിലൊക്കെ ഒരു വീടുകളിലൊക്കെ ആളുകൾ നോക്കുന്ന ഒരു പണിയുണ്ട്. അതായത് ഹൗസ് മെയ്ഡ് ആയിട്ടല്ല, ലൈക്ക് രോഗിയായിട്ട് കിടക്കുന്ന ആളുകൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 50,000 രൂപ സാലറി കിട്ടും. പക്ഷെ വീടുകളിൽ പോയി ജോലി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയാണെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞാണ്, ഒരു 24-25 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഞാൻ റെസിസ്റ്റ് ചെയ്തു, ചേച്ചി അത് അവൾക്ക് പറ്റൂല. ഇല്ലടാ, അവളുടെ സാമ്പത്തിക അവസ്ഥ അങ്ങനെയാണ്, അവൾക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് പോയാൽ മതി, നീ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മതി. ഞാൻ ഈ കുട്ടിയെ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഒരു മാസം കൊണ്ട് ഇവിടെ കയറ്റി വിട്ടു. ഏകദേശം ഒരു 60,000 രൂപ ചെലവായി. നോർമലി ആ ഏജൻസിക്ക് 80,000 രൂപ വാങ്ങുന്നതാണ്. എന്റെ പരിചയം ഉള്ളതുകൊണ്ട് ഒരു 60,000 രൂപ കിട്ടും. നിങ്ങൾ ആലോചിക്കും, ഇതിനകത്ത് എനിക്ക് 1 രൂപ പോലും കമ്മീഷൻ കിട്ടിയിട്ടില്ല. മൈ ഇന്റൻഷൻ വാസ് ക്ലിയർ. അവരുടെ ഫാമിലി നന്നാവണം എന്നുള്ളതായിരുന്നു എന്റെ ഇന്റൻഷൻ. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ കുട്ടി ഒരു മടിച്ചു കുട്ടിയായിരുന്നു, അതെനിക്കറിയില്ലായിരുന്നു. പിന്നെ അവൾക്ക് ഡിപ്രഷനൊക്കെ അവൾ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇതും എന്നിൽ നിന്ന് ഹൈഡ് ചെയ്തു. അവൾ അവിടെ പോയി ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞു ഒരു കുഴപ്പമില്ല. സാലറിയുടെ കേസ് അവർ പറയുന്നുണ്ട്. അപ്പോൾ അവള് പറഞ്ഞു, ഏജൻസി പറഞ്ഞു കുഴപ്പമില്ല, നീ സാലറി കിട്ടുമ്പോ പറ, നിനക്ക് പറഞ്ഞ സാലറി നിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു പറഞ്ഞു. ഇത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ക്രിസ്മസിന്റെ തലേദിവസം മുതൽ അവൾ അലമ്പുണ്ടാക്കാൻ തുടങ്ങി. എനിക്ക് തിരിച്ചു പോരണം, എനിക്ക് ഡിപ്രഷൻ ഉള്ളതാണ്, എനിക്ക് ചോര ഛർദ്ദിക്കുന്ന പ്രശ്നമുണ്ട്, എനിക്ക് എന്താ പറയാ, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ അവൻ പറഞ്ഞു പറ്റൂല, നിങ്ങളിപ്പോ ഇത്രയും പേര് എഫേർട്ട് ഒക്കെ എടുത്തിട്ട് അവിടെ ചെന്നിട്ട് നീ 1 മാസം നിൽക്ക്, നീ അങ്ങനെയാണെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ കുട്ടി പിന്നെ ബഹളം വെക്കാൻ തുടങ്ങി. പിന്നെ പുള്ളിക്കാരത്തി വീട്ടിൽ വിളിച്ചു പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, എനിക്ക് പണിയെടുക്കാൻ പറ്റൂല എന്നോ മടിയാണെന്നോ അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊന്നും പറയില്ലല്ലോ. അവളെന്താ പറയാ, ഇവിടെ ഈ വീട്ടുകാർ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്യണം. ആ ഡേ മുതൽ എന്റെ ലൈഫ് മാറി. എന്ന് വെച്ചാല് ഡെയിലി വീട്ടിലെ ആൾക്കാർ വരുന്നു, ഫോൺ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഐ വാസ് ഇൻ എ ബാഡ് മൂഡ് ഓൺ ഡ്യൂറിങ് ദാറ്റ് ടൈം. ലൈക്ക് ഇപ്പം ക്രിസ്മസിന്റെ സമയം മുതൽ ഇയാൾ ഡെയിലി വീട്ടിൽ വരും. ഇയാൾ ചോദിക്കാൻ എന്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനായി. ഞാൻ ഐ വാസ് ഫീലിംഗ് റിയലി ബാഡ്. ലൈക്ക് ഞാനത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ അതിൽ നിന്ന് കം ഔട്ട് ചെയ്യാൻ നോക്കി. ഈവൻ ന്യൂ ഇയറിന്റെ അന്ന് പോലും ഇയാൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കോൾ എടുത്തില്ല. ബിക്കോസ് ഐ നോ ദാറ്റ് ലൈക്ക് ആ സമയത്ത് ഞാൻ എന്റെ സ്റ്റാഫിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കോൾ എടുത്തില്ല. ഞാൻ തിരിച്ചും വിളിച്ചില്ല. കാര്യം പിറ്റേ ദിവസം ഞാനും എന്റെ ഭാര്യയും മക്കളൊക്കെ കൂടിയിട്ട് ഒരു ടൂറൊക്കെ പോകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എനിക്കറിയാം ഇദ്ദേഹത്തെ വിളിച്ച എന്റെ മൂഡ് ഭയങ്കരമായിട്ട് മാറും. എത്ര ഭാര്യയാണ് ഇയാൾ സംസാരിക്കുന്നത്. ദെൻ ഫൈനലി ഇപ്പൊ ആ കുട്ടി റെഡിയായി, നമ്മളൊക്കെ എഫേർട്ട് ഒക്കെ എടുത്തു, അവിടെ പൈസ കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ ദിവസം ആ പയ്യൻ എന്നെ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞു. ഞാൻ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഞാൻ കുറെ ചീത്ത കേട്ടു. സോ ദ തിങ് ഈസ് ദാറ്റ് വാട്ട് ഐ എം ട്രൈങ് ടു സേ ദാറ്റ് ഞാൻ ആ ഒരു ഫീലിംഗ് ബാഡ് തുടങ്ങിയതിന് ശേഷം എന്റെ മോർണിംഗ് റുട്ടീൻസും തെറ്റി, എന്റെ കാര്യങ്ങളും മോശമായി. ലൈക്ക് എനിക്ക് പല കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ടായി. ഞാൻ വിചാരിച്ചു വൈ മീ എന്നുള്ള തോട്ട് പ്രോസസ് എന്നിലേക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു ഫീലിങ്സ് നമ്മുടെ പല കാര്യങ്ങളെയും ബ്ലോക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ സിറ്റുവേഷൻസ് ഒഴിവാക്കണം. പിന്നീട് ഞാൻ എന്റെ ബ്രെയിനെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ചെറിയ എക്സസൈസ് ചെയ്ത് തുടങ്ങി. സോ ആ പ്രശ്നം ഇപ്പൊ സോൾവ് ആയി. കാര്യം അത് കുറച്ചൊരു ഞാൻ പറഞ്ഞില്ല, ഒരു 3-4 ദിവസത്തേക്ക് തന്നെ അത് വളരെ ടോർച്ചർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ദെൻ ഐ ഫീൽ ഓക്കെ, ലൈക്ക് അവരെന്താ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അവൻ എനിക്കെതിരെ കേസ് കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു ആവശ്യമില്ലാതെ. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ ആ സമയത്തൊന്നും എനിക്കൊരു ഫിയർ വന്നില്ല. ഞാൻ പറഞ്ഞ ഓക്കെ, നീ യു ഡു വൺ തിങ്, നീയൊക്കെ കേസ് കൊടുക്കണം, കാര്യം നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ട് അവസാനം നീ എനിക്കെതിരെ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നു വെച്ചാല് നമ്മളെ ഒരു ബാഡ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ വി ഹാവ് ടു കം ഔട്ട്. അപ്പൊ അതല്ലെങ്കിൽ അത് പിന്നെയും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഐ എം ഗോയിങ് ടു ഷെയർ യു ലൈക്ക് ഹൗ വി ക്യാൻ ബി ഗുഡ് അറ്റ് തിങ്. ലൈക്ക് ഞാൻ കുറച്ച് ക്വിക്കായിട്ട് പോകുന്നുണ്ട്, എന്നാലും സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കും. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് തിങ്, നമുക്ക് ഒരു ഫീൽ ഗുഡ് ആവാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം എന്ന് വെച്ചാല് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഞാനിത് പല ക്ലാസ്സിലും പലരും പറയുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും നമ്മൾ ഏറ്റവും പ്രശ്നമായിരിക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളത്. ഞാനിപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവരോടും പെട്ടെന്ന് ഒരു 3 കാര്യം
നിങ്ങളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ താങ്ക്ഫുൾ ആയിട്ടുള്ള 3 കാര്യം ഒന്ന് ആലോചിക്കാവോ? ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ വർക്ക് ചെയ്ത അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് എന്ന ഒരു 3 ഇൻസിഡൻസ് ഒന്ന് ആലോചിക്കാമോ? ആ ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ജസ്റ്റ് ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സെക്കൻഡ്. നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ ഒരു ഇൻസിഡന്റ് മാത്രം ഒന്ന് എടുക്കാവൂ. കണ്ണടച്ചിരുന്നോണ്ട് ഒരു ഇൻസിഡന്റ് മാത്രം എടുക്കാവൂ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ള അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു ഇൻസിഡന്റ് എടുക്കാം. And you just rewind that situations. നിങ്ങളുടെ മനസ്സിലൂടെ ആ സാഹചര്യം ഒന്ന് വർക്ക് ചെയ്തിട്ട്, ലൈക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്രിസിയേഷൻ കിട്ടിയതായിരിക്കാം, നിങ്ങൾ വീട് വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ അടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാപ്പിനെസ്. You just rewind the things in your mind and feel that happiness. ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു സന്തോഷം അത് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യാൻ പറ്റും വലിയൊരു ഹാപ്പിനെസ്. ജസ്റ്റ് ഫീൽ ഹാപ്പിനെസ്. ബിക്കോസ് നിങ്ങളത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, പക്ഷെ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കിട്ടി. സോ ദാറ്റ്സ് വൈ യു ഫീൽ സോ ഹാപ്പി. എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ നന്ദി പറയും. ജസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട് ഗോഡ്, because you have given me this. You blessed me with this. I'm not expecting it, but I feel a lot of thanks. Take another situation also, the same like, and feel the joy or happiness. Say gratitude. നന്ദി പറയുക. Like you have given me. It's very good. I feel so happy now. Entire മോഡിനെ നിങ്ങൾ ഹാപ്പിനെസ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. Again, you take the third thing. മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ആലോചിക്കുക. ആ സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിൽ കാണുക. അതിന്റെ ഹാപ്പിനെസ് നിങ്ങൾ അനുഭവിക്കുക. Then say thank you. Thank you so much. Thank you എന്നുള്ളൊരു മന്ത്രം നിങ്ങളുടെ മനസ്സിലേക്ക് പറയുന്നുണ്ട്. Feel blessed. പല കാര്യങ്ങളും നടക്കാത്തപ്പോഴും ഒരുപാട് കാര്യങ്ങൾ working. You are healthy now. You have a family. You have a friends. You have Be Magic. So it's working. Feel happiness. Thank you. And feel blessed. നിങ്ങളുടെ worries ഒന്നും ഇപ്പൊ വരേണ്ട കാര്യമില്ല. You feel blessed what you have inside. And say thank you. So open your eyes. Open your eyes. So how do you feel? Like, how do you feel? Feelings എങ്ങനെയുണ്ട്? പ്ലസന്റ് ആണ്. Pleasant ആണ്. Okay. Anyone else? നല്ലൊരു ഒരുപാട് സമാധാനം കിട്ടും. ഒരുപാട് Peace സന്തോഷം. of mind. ഓക്കെ, ഒരു സന്തോഷം കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ആരെങ്കിലും? നല്ല ഹാപ്പിനെസ്സും സംതൃപ്തിയും ഉണ്ടായി. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാല് ഇതില് എത്ര പേര് കൃത്യമായി പങ്കെടുത്തു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിൽ പോലും പങ്കെടുത്ത് അത് ചിന്തിച്ചവർക്കൊക്കെ ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ടാവും. സോ ഇറ്റ്സ് വെരി ക്വിക്ക് മെത്തേഡ് ദാറ്റ് നമുക്ക് ഒരു പെട്ടെന്നൊരു ഹാപ്പിനെസ്, നമുക്കൊരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ബ്ലെസ്സിങ്സിനൊക്കെ ഓർത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാല് ദ ബ്രെയിൻ ഫീൽസ് ദാറ്റ് ഓക്കെ യു ആർ ഹാപ്പി. സോ നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും
ബ്രെയിൻ അത് ഹാപ്പിനെസ് ആക്കാനുള്ള എല്ലാ എഫേർട്സ് എടുക്കുന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടും വേണ്ട. സോ വെൻ എവർ യു ഫീൽ ടെൻസ്ഡ്, ടയേർഡ് ഓർ ഒരു എന്താ പറയുക വളരെ മോശം ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ, ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരില്ല എന്നുള്ളതല്ല. ഇതൊക്കെ വരുമോ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് യു ഫീൽ ഹാപ്പിനെസ്. അപ്പൊ ആ ഹാപ്പിനെസ് പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയും പെട്ടെന്ന് ഹാപ്പി ആവും എന്ന് പറഞ്ഞാൽ ഹാപ്പി ആവാൻ പറ്റില്ല. അപ്പൊ അതിന് നല്ലതെന്ന് വെച്ചാൽ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, റിമെമ്പർ സംതിങ് ഗുഡ് ഹാപ്പൻ ടു യുവർ ലൈഫ്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മാരേജ് ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. സോ വാട്ട് എവർ യു ഫീൽ ഗുഡ്, യു ജസ്റ്റ് സീ ഇറ്റ് ആൻഡ് ഫീൽ ദാറ്റ് ഹാപ്പിനെസ്, റിപ്പീറ്റഡ്ലി ഹാപ്പിനെസ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്യും, ഓക്കെ ഹീസ് ഹാപ്പി. അപ്പം ബ്രെയിനിന്റെ ഉത്തരവാദിത്തമാണ് പിന്നെ നമ്മളെ ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളത്. കാര്യം ഇറ്റ്സ് ഓൾറെഡി ഹീസ് ഫീലിംഗ് ഹാപ്പി. രണ്ടാമത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ കുറച്ചും കൂടി ക്വിക്ക് ആയിട്ട് പോവാണ്. രണ്ടാമത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചേഞ്ച് ദ ക്വസ്റ്റ്യൻ യു ആസ്ക് യുവർ സെൽഫ്. നോർമലി ഞാനിത് ഓൾറെഡി പല ക്ലാസ്സിലും പറഞ്ഞാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്യുന്നുള്ളൂ. നമ്മളിങ്ങനെ വൈ ഈസ് ഹാപ്പനിങ് ടു മീ എന്ന് മാറ്റിയിട്ട് വാട്ട് കൻ ഐ ലേൺ ആൻഡ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ബെസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു ചേഞ്ച് ഞാൻ പറഞ്ഞില്ല, എനിക്കും ആ ഒരു പയ്യന്റെ ഒക്കെ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ ഞാൻ ആദ്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതികാര നടപടികളൊക്കെ. ജീവൻ എന്റെ അടുത്ത് ഇങ്ങനെ, ഇന്നലെ തന്നെ പള്ളി പോയ സമയത്ത് ഇന്നലെ മിനിഞ്ഞാന്നാണ് അവൻ എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. എന്നുവെച്ചാൽ അവന്റെ കുട്ടീനെ അവർക്ക് അവന്റെ സിസ്റ്ററാണ്, അപ്പൊ ഇവർ രണ്ടുപേരും പണിക്ക് വന്നില്ല. അപ്പം അവര് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ ഇടപെട്ട് അവിടെ കൊടുക്കേണ്ട പൈസയൊക്കെ കൊടുത്തിട്ട്, ഇത് തന്നെ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ പൈസയൊക്കെ കൊടുത്ത് അവളെ സേഫ് ആക്കി വഴി ഇവൻ എന്നെ വിളിച്ചിട്ട് വെറുതെ ഷൗട്ട് ചെയ്യുക. ആ 3 കാര്യങ്ങൾ അവൻ പറഞ്ഞതും ഞാൻ ചെയ്യാത്ത കാര്യമാണ്. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി, ലൈക്ക് വൈ ഇറ്റ്സ് ലൈക്ക് ദിസ് എന്നൊക്കെ. പിന്നെ ഞാൻ ഇന്നലെ രാവിലെ നടക്കാൻ പോയ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത്, ഇവൻ മിക്കവാറും ഇന്ന് പള്ളിയിൽ വരും, എന്നെ വീണ്ടും വന്ന് കാണും. ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് ഞാൻ ഫോൺ ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നു, അവൻ ഈ ഡയലോഗ് പറയും, അപ്പൊ ഞാൻ ആ ഡയലോഗ് പറയും, ഈ ഡയലോഗ് പറയുമ്പോൾ ഞാൻ ആ ഡയലോഗ് പറയും. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ ബ്രെയിൻ എന്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, ഓസ്റ്റിനെ നീ എന്തിനാണിത്, നിനക്ക് ഇതാണ് ആവശ്യം, നീ എന്തുകൊണ്ട് ഇത് കാണുന്നത്, നിനക്ക് അവൻ വന്ന് നിന്നോട് വഴക്ക് പറയുന്നതാണ് ഇഷ്ടം. എന്റെ ബ്രെയിൻ ചോദിക്കുന്നതിന്റെ ഉള്ളിൽ. കാര്യം നമ്മളിങ്ങനെ സംസാരിച്ചു വായിച്ചൊക്കെ നമ്മൾ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്രെയിൻ ചോദിക്കാണ്, നിനക്ക് ഇതാണ് വേണ്ടത്, അവൻ വന്ന് നിന്നോട് ചീത്ത പറയണോ, നാട്ടുകാർ മീൻസ് ഞാൻ ആലോചിച്ച പള്ളിയിൽ എല്ലാവരും കഴിയുന്ന സമയത്ത് ഇവൻ വന്ന് ചോദിക്കുന്നതാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുക. അപ്പൊ അവൻ ചോദിക്കുമ്പോൾ ഞാൻ ഈ ഡയലോഗ് പറയും. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എന്റെ ഇപ്പുറത്തെ ബ്രെയിൻ, നെക്സ്റ്റ് ബ്രെയിൻ എന്നോട് ചോദിക്കുക, എടാ നിനക്ക് ഇതാണോ വേണ്ടത്, വൈ യു ആർ തിങ്കിങ് ലൈക്ക് ദിസ്. അപ്പൊ എന്റെ മനസ്സിൽ തന്നെ വലിയൊരു സംഘർഷമാണ്. കാരണം പ്രോബ്ലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റേ പറഞ്ഞ, നീ എന്തിനൊക്കെ ചിന്തിക്കണേ, യു വുഡ് ലൈക്ക് ടു അട്രാക്ട് ഓർ നോട്ട് അട്രാക്ട്. അപ്പൊ നമ്മൾ ആ തോട്ടിനൊക്കെ മാറ്റി. ഫൈനലി ഞാൻ പറഞ്ഞു, എങ്ങാനും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നീ കേസ് കൊടുക്കുന്നല്ലോ, കേസ് കൊടുക്കുമ്പോൾ നമുക്ക് പക്ഷെ ഒന്നും സംഭവിച്ചില്ല, അവൻ പള്ളിയിലേ വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല്, സോ നമ്മൾ ആ ഒരു, ആൻഡ് ഐ ഓൾസോ സ്റ്റാർട്ട് ആസ്കിങ് ദ സെയിം ക്വസ്റ്റ്യൻ. ഐ നോ ദാറ്റ് വൈ ദൈവമേ എനിക്ക് ഇതിനകത്ത് ഒരു ബ്ലെസ്സിങ്, യു ജസ്റ്റ് ഷോ മി ദ ബ്ലെസ്സിങ്, എനിക്കിതൊന്ന് കാണിച്ചു തരണം ഇതിന്റെ പിന്നില്. അപ്പൊ തന്നെ ഞാൻ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങി. ആൻഡ് രണ്ടാമത്തത് വളരെ എഫക്റ്റീവ് ആയിട്ടൊരു ടെക്നിക്കാണ് ഇത്. മണിസാറൊക്കെ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും, ബട്ട് ഫോർ ദ ന്യൂ ഗൈസ്, ലൈക്ക് ഇതൊരു ബ്രീത്തിങ് ടെക്നിക്കാണ്. ഈ ടെക്നിക് ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ അറിയുന്നതായി. ഈ ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് വെച്ചാൽ ഒരു ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ബോക്സ് ബ്രീത്തിങ് അറിയാവുന്ന എത്ര പേരുണ്ട്? മണിസാറിന് എന്തായാലും അറിയാം, ഷീല മാഡമിന് അറിയാം, അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അറിയാം. രഞ്ജിത്ത് അറിയോ? അറിയുന്ന അറിയില്ല. രഞ്ജിത്ത് എന്താ പറഞ്ഞ കേട്ടില്ല. അറിയില്ല. ഓക്കെ. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ അറിയില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതും നിങ്ങൾക്ക് എന്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഇത് നമ്മൾ ഒരു 1 minute എക്സസൈസ് ആണ്. നമ്മള് ഇതൊരു മനസ്സിന്റെ ഒരു ഗെയിമാണ്. ലൈക്ക് വാട്ട് യു ഹാവ് ടു ഡു, ഞാൻ ഇത് 4 സൈക്കിളാണ്. ഒന്ന് ബ്രീത്ത് ടേക്കിംഗ് ആണ്. ഞാൻ ബ്രീത്തിങ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് എടുക്കണം. അപ്പൊ ആ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, താഴെയിൽ നിന്ന് ഒരു വര മുകളിലേക്ക് ഇങ്ങനെ വരയ്ക്കുന്നതായിട്ട് മനസ്സിൽ കാണണം. മനസ്സിലായോ? അതായത് മനസ്സിൽ ഇങ്ങനെ ഒരു വര താഴെ നിന്ന് മുകളിലേക്ക് വരയ്ക്കണം ബ്രീത്ത് എടുക്കുമ്പോൾ. മനസ്സിലായോ? ഓക്കെ. ദെൻ ഞാൻ ഹോൾഡ് എന്ന് പറയുന്ന സമയത്ത് ബ്രീത്ത് നമ്മൾ ഹോൾഡ് ചെയ്യണം. ആ സമയത്ത് ആ വര നിങ്ങൾ ഇങ്ങനെ വലത്തോട്ട് വരയ്ക്കണം. മനസ്സിൽ. ഓക്കെ, കൈയോട്ടല്ല, മനസ്സിൽ നിങ്ങൾ ആ മുകളിലേക്ക് വരച്ച വരയുടെ എൻഡിൽ നിന്ന് വലത്തോട്ട് വരയ്ക്കണം. ഇറ്റ്സ് ഇറ്റ് ഓക്കെ? ദെൻ ഈ എക്സെയിൽ എന്ന് പറയുമ്പോൾ, ഇൻഹെയിൽ എന്ന് പറയുമ്പോൾ വലിക്കണം, എക്സെയിൽ എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടണം. അപ്പൊ നിങ്ങൾ താഴോട്ട് വരയ്ക്കണം.
എക്സെയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് നീഡ്സ് ടു ടേക്ക് ഫ്യൂ സെക്കൻഡ്സ്, ലൈക്ക് 7 to 8 seconds അതിൽ നിങ്ങൾ ഫുൾ എക്സെയിൽ ചെയ്യുക. അപ്പൊ ഈ ബോക്സ് താഴേക്ക് വരയ്ക്കും. അതിനുശേഷം ഞാൻ അഗെയിൻ ഹോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്രീത്ത് എടുക്കാൻ പാടില്ല. വീണ്ടും ഈ ബോക്സിനെ നിങ്ങൾ ക്ലോസ് ചെയ്യുക. ഞാൻ ഒന്നുകൂടി പറയാം. ഇൻഹേൽ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് വരയ്ക്കുന്നു. ദെൻ ഐ ഹോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വലത്തോട്ട് വരയ്ക്കുന്നു. ദെൻ എക്സെയിൽ എന്ന് പറയുമ്പോൾ താഴോട്ട് വരയ്ക്കുന്നു. ആൻഡ് വീണ്ടും ഹോൾഡ് എന്ന് പറയുമ്പോൾ ബ്രീത്ത് എടുക്കാതെ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ വരയ്ക്കുന്നു. അങ്ങനെ ഒരു ബോക്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ക്യാൻ വി പ്രാക്ടീസ്? ഓക്കെ. ഓക്കെ, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ഞാൻ സോ നിങ്ങൾ 2-3 ശ്വാസമൊക്കെ നിങ്ങൾ വലിച്ചോ. ദെൻ വെൻ ഐ സ്റ്റാർട്ട് ഇൻഹേൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ടേക്ക് സം ടൈം ആൻഡ് ടേക്ക് ബ്രീത്ത്, നോട്ട് ലൈക്ക് ദിസ്. നിങ്ങൾ പതുക്കെ ബ്രീത്ത് എടുക്കുക. ആൻഡ് വെൻ ഐ സേ ഹോൾഡ് യു സ്റ്റോപ്പ് ഇൻഹേലിംഗ്. ഓക്കെ, ഇൻഹേൽ, hold, draw the other line, exhale, next line, hold. Now you completed one box. We will do it 1 or 2 times, like inhale, hold, exhale, hold, inhale, hold, exhale, hold. താങ്ക് യു. വരയ്ക്കാൻ പറ്റിയോ? ബോക്സ് വരയ്ക്കാൻ പറ്റിയോ? ഹലോ, ഒരുവിധം. ഒരുവിധം പറ്റിയോ? പറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിലെ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് പറയും, നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ടെൻഷൻ അടിക്കാനും ബോക്സ് വരയ്ക്കാനും ഒരുമിച്ച് പറ്റില്ല എന്നുള്ളതാണ് ഈ ടെക്നിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്ന് വെച്ചാൽ വെൻ യു ടേക്ക് ബ്രീത്ത് ആൻഡ് യു കോൺസെൻട്രേറ്റ് ഓൺ ബ്രീത്ത്, നിങ്ങൾക്ക് രണ്ടും കൂടി ചെയ്യാൻ പറ്റില്ല. യു കനോട്ട് ബി പാനിക് ആൻഡ് ബ്രീത്ത് ഡീപ്ലി ദ സെയിം ടൈം. നമ്മളൊരു ഡീപ് ബ്രെത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാനിക് ആവാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു ബോക്സ് ടെക്നിക്ക് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ, പലപ്പോഴും ആളുകൾ ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, സാറേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റ് ചിന്തകൾ വരുന്നു, വലിയ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ യു ക്യാൻ പ്രാക്ടീസ് ദിസ് ടെക്നിക്. ലൈക്ക് എന്താ പറയാ, ഈ ഒരു ബോക്സ് വരച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ മറ്റ് തോട്ട്സിലേക്ക് പോകുന്ന മങ്കി മൈൻഡ്സിനെ നമുക്ക് പിടിച്ച് ആ മങ്കിക്ക് ഒരു പണി കൊടുക്കാം. കുരങ്ങനൊരു പണി കൊടുത്താൽ കുരങ്ങൻ ഈ ബോക്സും വരച്ചിരുന്നോളും. സോ നമുക്ക് അറ്റ്ലീസ്റ്റ് വി ക്യാൻ ബി എ പീസ്. വേറെ കാര്യങ്ങൾ ചിന്തിച്ചോളൂ. നമ്മൾ ഈ കറക്റ്റ് ഒരു ലൈൻ ഇങ്ങനെ ഒരു വൈറ്റ് ലൈൻ മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. ദെൻ നെക്സ്റ്റ് ഈ ഒരു ടെക്നിക്ക് ഞാൻ പല ക്ലാസ്സിലും പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷമൊക്കെ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ട്, സാർ ദാറ്റ് ഈസ് വർക്കിംഗ് വെരി പെർഫെക്റ്റ്ലി ഫൈൻ, ഇറ്റ് ഈസ് എ വെരി നൈസ് മെത്തേഡ്. എനിക്ക് തോന്നുന്നു ബി മാജിക്കിലുള്ള 1-2 പേരും കൂടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്. ഐ ഹാവ് 2-3 പോയിന്റ്സ്, ബട്ട് നമുക്കിത് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ ലോട്ട് ഓഫ് പോയിന്റ്സ് വിൽ മേക്ക് സോ മച്ച് കൺഫ്യൂഷൻ. സോ 1 minute ഞാൻ ഇതിനെ കൺക്ലൂഡ് ചെയ്യാണ്. ഒന്ന്, നമ്മൾക്ക് ആഗ്രഹിക്കുന്നതല്ല കിട്ടുക, നമ്മൾ എന്താ ഫീൽ ചെയ്യുന്നുള്ളതാണ് കിട്ടുക. ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ബ്രെയിൻ ഒരു മാഗ്നറ്റ് ആണ്. ആ മാഗ്നറ്റിലേക്കുള്ള വൈദ്യുത തരംഗം എന്ന് പറയുന്നത് നിങ്ങളുടെ തോട്ട്സ് ആണ്. അപ്പൊ ആ തോട്ട്സ് അല്ലെങ്കിൽ ആ ഫീലിങ്സ് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത്, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ടവരൊക്കെ വീണ്ടും പാവപ്പെട്ടവരാകുന്നു, പണക്കാരൊക്കെ വീണ്ടും പണക്കാരാകുന്നു. സോ ദാറ്റ് ഈസ് അതർ തിങ്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചത്തിന്റെ ആഗ്രഹം. അപ്പൊ ഈവൻ ബൈബിളിൽ ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു കോട്ടുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ബൈബിൾ പറയുന്ന ഒരു കോട്ടാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. കാര്യം ബിക്കോസ് ലോട്ട് ഓഫ് ബ്ലെസ്സിങ്സ് ആർ കമ്മിങ്, ആൻഡ് ഇടപെടാതെ പ്രാർത്ഥിക്കുക. സോ യു ജസ്റ്റ് പ്രേ whenever you get time, continuously you just pray it. അപ്പൊ അത് ഒരു നല്ല മെത്തേഡാണ്. സോ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. സോ ദാറ്റ് ഫീലിങ്സ് വിൽ കം ടു യു അഗൈൻ. ആൻഡ് എങ്ങനെയൊക്കെ സന്തോഷമായിട്ട് ഇരിക്കാം എന്നുള്ളതിനാണ് ഞാൻ 2-3 ടെക്നിക്സ് പറഞ്ഞത്.
അതിൽ ഒന്നാമത്തേത്, നമുക്ക് എത്ര ടെൻഷനും പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇനി പ്രശ്നങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു രണ്ടോ മൂന്നോ കാര്യങ്ങളൊക്കെ രാവിലെ ഓർക്കുക, അതിനെ ഓർത്ത് സന്തോഷിക്കുക, ഹാപ്പിനെസ് ഫീൽ ചെയ്യുക. ആൻഡ് ദി സെയിം ഇവന്റ്സ് വിൽ റിപ്പീറ്റ്. അപ്പൊ രാവിലെ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവ് ആണ്. നമുക്കത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങളെ മാറ്റുക എന്നുള്ളത്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ എന്നുള്ള ചോദ്യം മാറ്റിയിട്ട് ഇതിന്റെ പിന്നിലെ നന്മ എന്താണെന്നും അല്ലെങ്കിൽ ഇതിലെ ലെസൺ ഓഫ് ലേണിംഗ് എന്താണെന്നും ചോദിക്കാൻ നമുക്ക് പഠിക്കണം. മൂന്നാമത്തെ ഞാൻ ബോക്സ് ബ്രീത്തിങ് ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സോ വെനെവർ യു ഫീൽ ടെൻസ്ഡ് ഓർ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുന്ന സമയത്ത്, പാനിക് ആവുന്ന സമയത്ത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നു, അതല്ലെങ്കിൽ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷനിൽ ഒരാളെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നു, ഒരു സ്റ്റേജിൽ കയറി 2 വാക്ക് പറയാൻ പോകുന്നു, നിങ്ങൾക്ക് പാനിക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ just sit somewhere else and do this box technique. You will feel so relaxed because you can't be panic and you can breathe. ഒരു ഹെവി ബ്രീത്ത് എടുക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല. സോ ദാറ്റ് ഈസ് all together lesson today. So thank you so much. Thanks a lot. Over to you, Rasad sir. താങ്ക് യു സാർ. 6:30 ആയിട്ടുണ്ട്. അപ്പൊ ഫീഡ്ബാക്ക് പെട്ടെന്ന് എല്ലാവരും പറഞ്ഞോളൂ. സ്റ്റാർട്ട് ചെയ്തോളൂ മണി സാർ. 3 മിനിറ്റ് ബാക്കിയുള്ളൂ. ഞാൻ ഗുഡ് പറയാം. മോർണിംഗ്. ഞാൻ ഇത് ഈ സ്പീച്ച് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു പുള്ളിക്കാരൻ കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിലയൻസിൻ്റെ കോൾ സെൻറ്ററിൽ മുമ്പ് വർക്ക് ചെയ്തിരുന്നപ്പോൾ അവർക്ക് കോൾസ് വരുന്ന സമയത്ത് അവർ കോൾസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് കൊടുത്തേക്കുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിക്കുന്നതായിട്ട് മുഖം ചിരിക്കുന്നത് പോലെ ആക്കിയതിന് ശേഷം വേണം കോൾ ആൻസർ ചെയ്യാൻ. അവർക്ക് കൊടുത്തേക്കുന്ന ട്രെയിനിങ്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ആ കോൾ അവിടെ നിന്ന് കിട്ടുന്ന കോള് ഒരു ആർഗ്യുമെൻറ്റോ തർക്കമോ കംപ്ലൈൻ്റ് ഒക്കെ ആണെങ്കിൽ പോലും അവർക്ക് പ്ലസൻ്റായിട്ട് അതിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൈക്കോളജിക്കൽ ഒരു ടെക്നിക്കാണ്. അവർക്ക് മുഖം ചിരിക്കുന്നതായിട്ട് ആദ്യം ഫേസ് അങ്ങനെ ആക്കിയതിന് ശേഷം വേണം കോൾ ആൻസർ ചെയ്യാനായിട്ട് എടുക്കാനാണെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി അവർക്ക് തിരിച്ച് ആർഗ്യ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലാണ്ട് നമ്മൾ ബ്രെയിനിന് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, പ്ലസൻ്റ് ആണെന്ന് അവർക്ക് തന്നെ സ്വന്തമായിട്ടൊരു മെസ്സേജ് കൊടുത്തതിന് ശേഷമാണ് ആ കോൾ ആൻസർ ചെയ്യാമെന്ന് പറയുക. അതൊരു ഇതുപോലെ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ മൈൻഡിനെ ഒരു പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണെന്ന് തോന്നുന്നു. അല്ല, ഇതെന്ന് വെച്ചാല് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാനിന്ന് ഫുൾ പോയിന്റ്സ് എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. കാര്യം വെച്ചാല് ഇന്ന് ഇത് നമ്മുടെ ഒരു ബോഡി ഒരു ടെക്നിക്കും കൂടിയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാം. ലൈക്ക് നിങ്ങൾ പറഞ്ഞത് വളരെ വാലിഡ് പോയിന്റ് ആണ്. ലൈക്ക് നമ്മുടെ ബോഡി പോസ്റ്റേഴ്സും ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സൂപ്പർമാൻ പോസ്റ്റർ ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബോഡി പോസ്റ്റേഴ്സിന് നമ്മുടെ ബ്രെയിൻ ഒരുപാട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു രഞ്ജിത്ത്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓസ്റ്റിൻ സാർ. ഞാൻ ലാസ്റ്റിലാണ് കയറിയത്. ഈ ബോക്സ് ടെക്നിക്ക് സാർ ഒരു വർഷം മുമ്പ് ഒരു ക്ലാസ് പറഞ്ഞതിന് ശേഷം ഞാൻ റെഗുലർ ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാണ്. വളരെ എഫക്റ്റീവാണ്, വളരെ എഫക്റ്റീവാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുകയും ചെയ്യും, സാറിന് നിന്ന് കിട്ടിയ ഒരു നോളജ് ആണ്. അതിപ്പോൾ എൻ്റെ ലൈഫിൽ ഭയങ്കര അങ്ങനെ കോൺസെൻട്രേഷൻ കൂടാൻ ഏറ്റവും ബെസ്റ്റ് ഒരു വഴി. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അസിൻ സാർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ സന്തോഷം തോന്നി സാറിന്റെ ആ മെഡിറ്റേഷൻ പോലെയുള്ള അത് പറഞ്ഞത്. നമ്മളെ ബ്ലെസ്സിങ്സ് മാത്രം ഓർക്കാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ ഇതാണ്. നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് നമ്മളെ അട്രാക്ട് ചെയ്യുക. എപ്പോഴും സന്തോഷത്തിന്റെ ആ ലെവലിലേക്ക് നമ്മൾ നീങ്ങാന്നുള്ളതാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വളരെ നല്ല പറഞ്ഞോളൂ സാർ. സാർ പറഞ്ഞോളൂ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നല്ലോ. അത് പിന്നെ പുതിയ ആളുകൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോണമെന്നില്ല. എന്നാലും എന്താ പറയാ, ഈ സബ് കോൺഷ്യസ് മൈൻഡ്, അതുപോലെ തന്നെ സീക്രട്ട്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, അങ്ങനത്തെ ബുക്കുകളൊക്കെ വായിച്ച് മൈൻഡിന് പ്രാക്ടീസ് ചെയ്ത ആളുകൾക്കൊക്കെ പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം സാറ് പറഞ്ഞത് അത്രയും ഇംപ്ലിമെന്റ് ചെയ്താൽ ലൈഫിൽ വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ആ ഒരു മെത്തേഡായിട്ടാണ്. പല കാര്യങ്ങളും ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും എത്ര ഒരു എക്സ്പ്ലെയിനോട് കൂടി കേട്ടിട്ടില്ല. വളരെ ഉപകാരപ്പെട്ടൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഇതിന്റെ ഒരു ബാക്കി ഭാഗം പ്രതീക്ഷിക്കുന്നു. യെസ് സർ.
താങ്ക് യു സാർ. ഓക്കെ ഹോസ്റ്റിൻ സാർ Thank ഒന്നുകൂടെ you. ഒന്ന് റിപ്പീറ്റ് ചെയ്തു. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് സാറ് പറഞ്ഞതുപോലെ നന്നായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ക്ലാസ്. തീർച്ചയായിട്ടും ബോക്സ് ബ്രീത്തിങ് ചെയ്യാറുമുണ്ട്. റെഗുലർ ആയിട്ട് ചെയ്യുന്നില്ല, ഇനി തീർച്ചയായിട്ടും റെഗുലർ ആയിട്ട് ചെയ്യും. പ്രാക്ടിക്കൽ സെഷനോട് കൂടി ഈ ക്ലാസ് വളരെ നന്നായിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളും ഇനി വേണം. ഓക്കെ, Thank you, sir. Thank you, ma'am. Thank you so much. അടുത്ത് പിന്നെ വേറെ ഗുഡ് ആരെങ്കിലും മോർണിംഗ്, മേഘയാണ്. മേഘ പറഞ്ഞോളൂ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ പറയാറുണ്ട് രാവിലെ എണീക്കണം, നല്ല കാഴ്ച കാണണം, വിളക്ക് കൊളുത്തണം, പ്രാർത്ഥിക്കണം. ഇതൊക്കെ അന്നൊക്കെ ഞങ്ങൾക്ക് ഒരു മുഷിച്ചിലായി തോന്നി. ഓ, രാവിലെ എണീറ്റ് വിളക്ക് കത്തിക്കുക, കുളിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. പക്ഷെ ഇന്നിപ്പം മനസ്സിലാവുന്നു, അന്ന് പണ്ടുള്ളവരുണ്ടാക്കി വെച്ച എല്ലാം ഇതൊക്കെ കരുതി തന്നെ ആയിരിക്കണം. അന്ന് അത് വിദ്യാഭ്യാസം ഇല്ലാത്തവരായാലും ഇത്തരം കാര്യങ്ങളെല്ലാം രാവിലെ അടിച്ചാ കുളിപ്പിച്ച് പ്രാർത്ഥിച്ചൊക്കെ വിടുന്നത്. പക്ഷെ അന്നൊക്കെ ഉണ്ടാവുന്ന പോലെയല്ല. പിന്നെ പിന്നെ ഇതൊക്കെ നിർത്തിയപ്പോഴാണ് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുപോലെ കഷ്ടകാലം വരുമ്പോൾ കൂട്ടത്തോടെ, ഇതൊക്കെ അതിന്റെയൊക്കെ സയന്റിഫിക് വശം ഇതൊക്കെ തന്നെ ആയിരിക്കും. താങ്ക് യു സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. Thank you, താങ്ക് യു Megha. വെരി മച്ച്. Thank you so much. കഴിഞ്ഞ ഞാനില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? Yes, yes, sir. താങ്ക് യു സാർ, നല്ല ക്ലാസ്. Thank you, Akhila. നല്ല Thank you ക്ലാസ് so much. ആയിരുന്നു. താങ്ക് യു താങ്ക് എല്ലാവർക്കും. യു നന്ദി. ഹോസ്റ്റിൻ സാർ. താങ്ക് Thank യു you. ഹോസ്റ്റിൻ സാർ. താങ്ക് യു ഓൾ. Thank you all. Thank you so much. Thank you, Austin sir. Thank you all. താങ്ക് യു സാർ. താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു ഓൾ.